ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെയും മലേഷ്യയിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ളതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലേഷ്യൻ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഇന്ന്. ഇന്ത്യ US ഇടക്കാല വ്യാപാര കരാറിലൂടെ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതി 18% കുറച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഛത്തീസ്ഗഡിൽ 51 മാവോയിസ്റ്റുകൾ സുരക്ഷാസേനയ്ക്ക് മുന്നിൽ കീഴടങ്ങി. സിയാൽ എയ്റോ പാർക്ക് ആദ്യഘട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. അണ്ടർ 19 സാഫ് കപ്പ് ഫുട്ബോൾ വനിതാ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. സന്തോഷ് ട്രോഫിയിൽ 8ാം കിരീടം ലക്ഷ്യമിട്ട് കേരളം ഇന്ന് സർവീസസിനെ നേരിടും. യുക്രൈനിലെ ഊർജ്ജ സംവിധാനങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തി റഷ്യ. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി മലേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ക്വാലാലംപൂരിൽ ഇന്ത്യൻ സമൂഹത്തെ ഇന്നലെ അഭിസംബോധന ചെയ്ത അദ്ദേഹം ഇന്ത്യയിലെയും മലേഷ്യയിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പരാമർശിച്ചു. 15,000-ഓളം പേർ പങ്കെടുത്ത പരിപാടിയിൽ ഇന്ത്യൻ പ്രവാസികൾ ഇരു രാജ്യങ്ങളുടെയും ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുന്ന ജീവനുള്ള പാലമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. Our relationship with Malaysia is scaling new heights each year. In 2024, during the visit of Prime Minister Anwar Ibrahim to New Delhi, we elevated our ties to a comprehensive strategic partnership. We walk hand in hand as partners towards progress and prosperity. 2024 ഇന്ത്യ മലേഷ്യ ബന്ധം സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമായ UPI ഉടൻ തന്നെ മലേഷ്യയിൽ ആരംഭിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇന്ത്യ US ഇടക്കാല വ്യാപാര കരാറിലൂടെ ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്കുള്ള 50% നികുതി 18% കുറച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഇന്ത്യ US സംയുക്ത പ്രസ്താവനയെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, വിയറ്റ്നാം തുടങ്ങിയ അയൽ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ കുറഞ്ഞ നികുതി നിരക്കാണുള്ളത്. രാജ്യത്തെ കാർഷിക ക്ഷീര മേഖലകളെ സംരക്ഷിക്കുന്നതാണ് ഇന്ത്യ US ഇടക്കാല വ്യാപാര കരാറെന്നും മന്ത്രി പറഞ്ഞു. സുഗന്ധവ്യഞ്ജനങ്ങൾ, ചായ, കാപ്പി, കശുവണ്ടി, ചെസ്നട്ട്, അവോക്കാഡോ, മാമ്പഴം, കിവി, പപ്പായ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഇനി മുതൽ നികുതി ഉണ്ടാവില്ലെന്നും ശ്രീ പീയൂഷ് ഗോയൽ അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി മുംബൈയിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി സംഘടിപ്പിച്ച ഇന്ത്യ സീഷെൽസ് ബിസിനസ് റൌണ്ട് ടേബിളിൽ ഇരുവരും പങ്കെടുത്തു. ഇന്ത്യയിലെയും സീഷെൽസിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം, സമുദ്രമേഖലയിലെ സഹകരണം തുടങ്ങിയവയിൽ അധിഷ്ഠിതമായ വിശ്വസനീയ പങ്കാളിത്തമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. ജമ്മു കാശ്മീരിലെ വികസന പദ്ധതികളുടെ പുരോഗതി അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നു. പ്രധാന അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് കേന്ദ്രമന്ത്രി നിർദ്ദേശം നൽകി. നിക്ഷേപം, വ്യവസായം, കായികം എന്നിവയിലെ വളർച്ച ത്വരിതപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ സന്ദർശനം നടത്തി. സേനാംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയ അദ്ദേഹം സൈനിക വിന്യാസം, അതിർത്തി പോസ്റ്റുകളിലെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയവ വിലയിരുത്തി. സെമി കണ്ടക്ടർ നിർമ്മാണ ആവാസ വ്യവസ്ഥയുടെ വികസനത്തിൽ ഇന്ത്യ വലിയ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ക്വാൽകോം നിർമ്മിച്ച 2 നാനോമീറ്റർ സെമി കണ്ടക്ടർ ചിപ്പ് ബംഗളൂരുവിൽ പുറത്തിറക്കിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധി സെമി കണ്ടക്ടർ മേഖലയിൽ ആഗോളതലത്തിൽ സമ്പൂർണ്ണ സാങ്കേതിക പരിഹാരങ്ങൾ നൽകാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്നും കേന്ദ്രമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. We unveiled the 2 nanometer chip at Qualcomm. It's a series of developments where companies are now designing end-to-end product in India. The entire right from customer product definition to designing the final silicon, getting it taped out and getting it validated, that entire thing is being done in India. മേഘാലയയിലെ താങ്സ്കോ മേഖലയിൽ ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ മരണസംഖ്യ 27.
രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സംഭവത്തെ തുടർന്ന് മേഖലയിലെ അനധികൃത ഖനനത്തിനെതിരെ ജില്ലാ ഭരണകൂടം നടപടികൾ ശക്തമാക്കി. പരിശോധനകളിൽ ഉംലാവാങ്ങിന് കീഴിലുള്ള 9 സ്ഥലങ്ങളിൽ നിന്ന് ഏകദേശം 3197 മെട്രിക് ടൺ കൽക്കരി പിടിച്ചെടുത്തു. ഛത്തീസ്ഗഡിലെ ബസ്തർ ഡിവിഷനിലെ ബിജാപൂർ, സുക്മ ജില്ലകളിൽ 51 മാവോയിസ്റ്റുകൾ സുരക്ഷാസേനയ്ക്ക് മുന്നിൽ കീഴടങ്ങി. ഇതിൽ 20 പേർ സ്ത്രീകളാണ്. ഇവരെ പിടികൂടുന്നവർക്ക് 1,61,00,000 രൂപയുടെ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. അത്യാധുനിക ആയുധങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്തു. ഉദ്യോഗാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പിന്തുണയും മാർഗനിർദ്ദേശവും നൽകുന്നതിനായുള്ള UPSC കോൾ സെന്ററിന്റെ പ്രവർത്തന സമയം നീട്ടി. 2026 സിവിൽ സർവീസസ് പരീക്ഷയ്ക്കും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പരീക്ഷയ്ക്കും അപേക്ഷാ ഫോമുകൾ സമർപ്പിക്കുന്ന അവസാന തീയതി വരെ ശനി, ഞായർ അവധി ദിവസങ്ങൾ ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും കോൾ സെന്റർ പ്രവർത്തിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സിയുമായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ധാരണാപത്രത്തിൽ ഏർപ്പെട്ടു. വിമാനത്താവളങ്ങളിൽ യാത്രക്കാർക്ക് സൌകര്യപ്രദമായ ക്യാബ് സേവനങ്ങൾ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ച 9ാം പതിപ്പിന്റെ 2ാം ഭാഗം നാളെ രാവിലെ 10 മണി മുതൽ പരിപാടി പ്രക്ഷേപണം ചെയ്യും. തമിഴ്നാട്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, അസം എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി സംവദിക്കുന്നതാണ് 2ാം ഭാഗം. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലും യൂട്യൂബ് ചാനലിലും പരിപാടി ലഭ്യമാകും. സിയാൽ എയ്റോ പാർക്ക് ആദ്യഘട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ഏവിയേഷൻ മേഖലയിലെ അറ്റകുറ്റപ്പണികൾ, പരിശീലനം, സാങ്കേതിക സഹായ സേവനങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുകയാണ് പാർക്കിന്റെ ലക്ഷ്യം. കൊച്ചി വിമാനത്താവളത്തോട് ചേർന്നുള്ള 36 ഏക്കറിലാണ് എയ്റോ പാർക്ക് സജ്ജമാക്കിയിരിക്കുന്നത്. 1ാം ഘട്ടത്തിൽ 101 കോടി രൂപയുടെ പദ്ധതികളാണ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. അണ്ടർ-19 സാഫ് കപ്പ് ഫുട്ബോൾ വനിതാ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. നേപ്പാളിൽ നടന്ന ഫൈനലിൽ ബംഗ്ലാദേശിനെ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് തകർത്താണ് ഇന്ത്യയുടെ ജയം. ക്യാപ്റ്റൻ ജൂലാൻ നോങ്മൈദം, എലിസബത്ത് ലക്ര, പേൾ ഫെർണാണ്ടസ്, അൻവിത രഘുരാമൻ എന്നിവരുടെ മികച്ച പ്രകടനമാണ് കിരീട നേട്ടത്തിന് പിന്നിൽ. 8ാം സന്തോഷ് ട്രോഫി കിരീടം ലക്ഷ്യമിട്ട് കേരളം ഇന്ന് സർവീസസുമായി ഏറ്റുമുട്ടും. ഉച്ചയ്ക്ക് 1 മണിക്ക് അസമിലാണ് മത്സരം. സെമിയിൽ പഞ്ചാബിനെ പരാജയപ്പെടുത്തിയാണ് കേരളം ഫൈനലിൽ എത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു. അസമിലെ ദാഖുവാഖാന മൈതാനിയിൽ കേരളത്തിന്റെ ഇന്നത്തെ കളി ജയിക്കാൻ വേണ്ടി മാത്രമാണ്. കഴിഞ്ഞ തവണ ഹൈദരാബാദിൽ കയ്യെത്തും ദൂരത്ത് നഷ്ടമായ കപ്പ് തിരിച്ചുപിടിക്കാൻ, ഒപ്പം 2013 കൊച്ചിയിൽ സർവീസസിന് മുന്നിൽ നഷ്ടമായ കിരീട പോരാട്ടത്തിന് മധുരമായ പകരം വീട്ടാൻ. ഈ ടൂർണമെന്റിൽ ഒരൊറ്റ ടീമിൽ നിന്ന് മാത്രമേ കേരളം തോൽവി അറിഞ്ഞിട്ടുള്ളൂ. ആ ടീം തന്നെയാണ് ഫൈനലിൽ എതിരാളികളായി എത്തുന്നത് എന്നത് മത്സരം ആവേശഭരിതമാക്കുന്നു. സെമി ഫൈനലിൽ പഞ്ചാബിനെതിരെ കേരളം പുറത്തെടുത്ത ഫുട്ബോൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചാൽ സർവീസസിന് കാര്യങ്ങൾ കടുക്കും. 8ാം കിരീടത്തിന് വേണ്ടി ഇരു ടീമുകളും രണ്ടും കൽപ്പിച്ച് പൊരുതുമ്പോൾ ആരുടേതാവും സന്തോഷ കപ്പിലെ മുത്തമെന്നത് പ്രവചനാതീതമാണ്. യുക്രൈനിയൻ ഊർജ്ജ സംവിധാനങ്ങൾക്ക് നേരെ റഷ്യ വ്യോമാക്രമണം നടത്തി. 400-ലധികം ഡ്രോണുകളും 40ഓളം മിസൈലുകളും റഷ്യ ആക്രമണത്തിൽ ഉപയോഗിച്ചതായി യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി പറഞ്ഞു. 2 താപവൈദ്യുത നിലയങ്ങൾക്കെതിരെയും പവർ ഗ്രിഡുകൾ, സബ്സ്റ്റേഷനുകൾ എന്നിവയ്ക്കെതിരെയും ആക്രമണം ഉണ്ടായതായി യുക്രൈൻ അറിയിച്ചു. ആക്രമണം സംബന്ധിച്ച് റഷ്യ പ്രതികരിച്ചിട്ടില്ല. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ അമേരിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 29 റൺസ് വിജയം. ഇന്നലെ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ ഉയർത്തിയ 162 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന അമേരിക്കയ്ക്ക് നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 132 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യയ്ക്ക് വേണ്ടി മുഹമ്മദ് സിറാജ് 3 വിക്കറ്റും അർഷ്ദീപ് സിംഗ്, അക്സർ പട്ടേൽ എന്നിവർ 2 വിക്കറ്റും വീഴ്ത്തി. വ്യത്യസ്ത മതങ്ങൾക്കുപരിയായി രാജ്യത്തെ എല്ലാ പൌരന്മാരും ഒരേ വംശപരമ്പരയും സാംസ്കാരിക പൈതൃകവും പങ്കിടുന്നവരാണെന്ന് RSS മേധാവി മോഹൻ ഭഗവത്. RSS ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുംബൈയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെയും മലേഷ്യയിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ളതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലേഷ്യൻ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഇന്ന്.
ഇന്ത്യ US ഇടക്കാല വ്യാപാര കരാറിലൂടെ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതി 18% കുറച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഛത്തീസ്ഗഡിൽ 51 മാവോയിസ്റ്റുകൾ സുരക്ഷാ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങി. സിയാൽ എയ്റോ പാർക്ക് ആദ്യഘട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. അണ്ടർ-19 സാഫ് കപ്പ് ഫുട്ബോൾ വനിതാ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. സന്തോഷ് ട്രോഫിയിൽ 8ാം കിരീടം ലക്ഷ്യമിട്ട് കേരളം ഇന്ന് സർവീസസിനെ നേരിടും. യുക്രൈനിലെ ഊർജ്ജ സംവിധാനങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തി റഷ്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.